തിരുവനന്തപുരം വെള്ളറടയിൽ മെഡിക്കൽ വിദ്യാർത്ഥിയായ യുവാവ് തന്റെ പിതാവിനെ വെട്ടിക്കൊന്നു. ഇന്ന് കേട്ട വാർത്തയാണ്. ഇതിന് കാരണമായി പറഞ്ഞത് വീട്ടിൽ സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ്. തന്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞ മറ്റൊരു കാരണം. ഇക്കാലത്ത് മക്കളും മാതാപിതാക്കളും തമ്മിൽ ആശയവിനിമയം തീരെയില്ല. അവർ അതിന് ശ്രമിക്കാറുമില്ല. അവർക്ക് ബാഹ്യ ലോകവുമായി സമ്പർക്കവുമില്ല. മുഖാമുഖമായുള്ള സംസാരം വളരെ കുറഞ്ഞിരിക്കുന്നു. കുടുംബാംഗങ്ങളുമായി ചിലവഴിക്കേണ്ട സമയം മൊബൈൽ ഫോൺ കവർന്നെടുത്തിരിക്കുന്നു. ഇന്നത്തെ യുവതലമുറ സ്വാതന്ത്ര്യത്തെ നിർവചിക്കുന്നത് വളരെ വികലമായ വിധത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. തങ്ങളുടെ സ്വന്തം കാഴ്ചപ്പാടിൽ, തങ്ങളുടെ സ്വന്തം ഇഷ്ടമനുസരിച്ച് തനിക്ക് തോന്നിയ രീതിയിൽ ജീവിക്കുന്നതാണ് ശരിയായ സ്വാതന്ത്ര്യമെന്ന് ഇത്തരം വ്യക്തികൾ വിശ്വസിക്കുന്നു. എന്താണ് ശരിയായ സ്വാതന്ത്ര്യമെന്ന് സത്യവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കുന്നതായിരിക്കുമല്ലോ ഉചിതം. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്നാണല്ലോ യേശു പറയുന്നത്. ആദ്യമായി സത്യം ഏതാണെന്നും ആരാണെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്നുള്ളതിന് ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കും. ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ലോകത്തെ ഒരേ ഒരു വ്യക്തി യേശുക്രിസ്തു മാത്രമായിരുന്നല്ലോ. അതായത് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ യേശുവിലൂടെയും അവിടുത്തെ വചനത്തിലൂടെയും മാത്രമേ സാധിക്കുകയുള്ളൂ. യേശുവിനെയും അവിടുത്തെ വചനത്തെയും ശരിയായി മനസ്സിലാക്കുവാൻ സാധിച്ചാൽ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്നത്തെ മാതാപിതാക്കൾ ദൈവത്തെയോ അവിടുത്തെ വചനത്തെയോ മക്കൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാത്തതാണ് ഈ ദുസ്ഥിതിക്ക് കാരണം. ഒപ്പം തന്നെ ജീവിത മൂല്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല. പണ്ടൊക്കെ കാലത്ത് കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഉണ്ടായിരുന്ന സ്ഥിതിക്ക് ആ കാലത്ത് ഇങ്ങനത്തെയൊക്കെ കമ്മ്യൂണിക്കേഷൻസും വളരെ കൂടുതലായിരുന്നു. പ്രായമായവർ മക്കൾക്ക് ഒത്തിരിയൊക്കെ പ്രായോഗികമായ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്യുമായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ ലോകത്തിൽ നിന്ന് യാത്രയായ ജോയ്സിയെയും കുടുംബത്തെയും കുറിച്ച് മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തകൾ വളരെയേറെ പേർ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. അവരുടെ 5 മക്കളും മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ വചനാധിഷ്ഠിത ജീവിതം നയിക്കുന്നവരുമായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. മാതാപിതാക്കൾ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നവരും, അതായത് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്തെന്ന് മനസ്സിലാക്കി അതിൽ ആനന്ദിക്കുന്ന ആ കുട്ടികൾ ഒരു അത്ഭുതമായി എനിക്ക് അനുഭവപ്പെട്ടു. സത്യം തന്നെയായ യേശുവിനെ രുചിച്ചറിഞ്ഞ അവർക്ക് ലഭിച്ച സമ്മാനമായിരുന്നു ഈ സ്വാതന്ത്ര്യം, അതായത് ക്രിസ്തീയ സ്വാതന്ത്ര്യം. ആ കുട്ടികൾ ഇനി ഒരു കാലത്തും വഴിതെറ്റിപ്പോകില്ലെന്ന് ഉറപ്പാണ്. കാരണം നല്ല അടിസ്ഥാനമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് ലോകത്ത് സംഭവിക്കുന്ന അസാധാരണമായ കൊലപാതകങ്ങളും അസ്വസ്ഥതകളും ഒക്കെ യുഗാന്ത്യത്തിന്റെ ലക്ഷണമായി നമുക്ക് കാണാം. മർക്കോസ് 13:12 അതേപ്പറ്റി ഇപ്രകാരം പറയുന്നു: സഹോദരൻ സഹോദരനെതിരായും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കളെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന കാലം ഒരു ഈറ്റുനോവിന്റെ കാലമാണ്. ഒത്തിരി പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞ് മക്കളുമായിട്ട് നല്ല ബന്ധത്തിൽ കമ്മ്യൂണിക്കേഷൻ സ്ഥാപിച്ച് വചനാധിഷ്ഠിത ജീവിതം നയിച്ച് ദൈവവചനമൊക്കെ പങ്കുവെച്ചിട്ട് അവർക്ക് മൂല്യങ്ങൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇനിയും വരാൻ പോകുന്ന കാലത്തെ പറ്റി നമുക്ക് ചിന്തിക്കാൻ തന്നെ സാധിക്കുകയില്ല. മാതാപിതാക്കൾ ഇതിനൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു.